ദളിത് ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ദളിത് ക്രിസ്ത്യൻസ് അവർ സമരം ചെയ്യുന്നതാണ്, ഭയങ്കര സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് എസ് സി ആവണം. കാരണം അവർ മുന്നേ ഹിന്ദുക്കളായിരുന്നപ്പോൾ എസ് സി ആയിരുന്നു. അപ്പോൾ ക്രിസ്ത്യാനിറ്റിയിലോട്ട് പോയി. എന്നാലും അവർക്ക് ദളിത് എന്നുള്ളൊരു ഇത് വേണം. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, കേസ് പീഡനം സംബന്ധിച്ചുള്ള കേസുകളൊക്കെ വരുമ്പോൾ അവർക്ക് ഒരു പ്രിവിലേജ് കിട്ടും. പിന്നെ ജോലി സംബന്ധിച്ച് പ്രിവിലേജ് കിട്ടും. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഈ കൺവേർട്ടഡ് ആയിട്ടും തങ്ങൾ ദളിതരാണ് എന്ന് ഈ കൺവേർട്ടഡ് ക്രിസ്ത്യൻസ് അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സമരം നടത്തുന്നത്. പക്ഷേ യഥാർത്ഥ വിട്ടുപോകാത്ത ദളിതുകളുണ്ടല്ലോ, എസ് സി എന്ന് പറയുന്നത്, അവർ അംഗീകരിക്കില്ല. അവരൊരു കാരണവശാലും അംഗീകരിക്കില്ല. കാര്യം അവരുടെ സമൂഹത്തിലേക്ക് കൂടുതൽ ആൾ വരുന്നത് അവർ അംഗീകരിക്കില്ല. വിട്ടുപോയവർ കയറി വരുന്നത് അവർ അംഗീകരിക്കില്ല. അതിൻ്റെ കാരണം താങ്കൾ പറഞ്ഞു തന്നെയാണ്. ജാതി പരമായിട്ടാണ്, ജാതി അടിസ്ഥാനത്തിലാണ് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത്, പ്രിവിലേജ് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ ജാതി മനുഷ്യൻ മുറുകെ പിടിക്കില്ലേ? ഞാനിത് വളരെ സിമ്പിളായിട്ട് ചോദിച്ചൊരു ചോദ്യമാണ്. ഇപ്പോൾ പുക വലിക്കുന്നവർക്ക് പൊന്നാട കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊന്നാട വേണ്ടുന്നവരെല്ലാം പുക വലിച്ചുകൊണ്ടിരിക്കും. വലിക്കുന്നവർ നിർത്തത്തില്ല, വലിക്കാത്തവർ തുടങ്ങും. അതല്ലേ? ഒരു വ്യക്തിയെ സഹായിക്കേണ്ടത്, സ്റ്റേറ്റ് സഹായിക്കേണ്ടത് അവൻ്റെ ജാതിയോ മതമോ ലിംഗമോ ഭാഷയോ നോക്കിയല്ല, അവൻ സഹായിക്കപ്പെടേണ്ടവനാണോ എന്നുള്ള പരിശോധന. അവനെ താങ്ങണോ, അവൻ വീണു പോകുന്നവനാണോ, അവന് സഹായം ആവശ്യമുണ്ടോ എന്നുള്ള പരിശോധനയാണ് വേണ്ടത്.